ലബനനിൽ ഹിസ്ബുള്ളയെ തകർക്കുന്നതിനുള്ള ഇസ്രയേൽ നടപടി കൂടുതൽ ശക്തിപ്പെടുന്നു. ഇന്ന് പുലർച്ചെയോടെ ഇസ്രയേൽ ബെയ്റൂട്ടിൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ 4 പേർ മരിച്ചു. ബെയ്റൂട്ടിലെ ജനവാസ മേഖലയ്ക്ക് നേരെയാണ് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. കോല ജില്ലയിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലത്തെ നിലയിലാണ് വ്യോമാക്രമണത്തിൽ തകർന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ പ്രദേശത്ത് ഇസ്രയേലി ഡ്രോണുകളുടെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു. ബെയ്റൂട്ടിന് ശേഷം ഇസ്രയേൽ സൈന്യം ബെക്ക മേഖലയിലേക്ക് തിരിയുമെന്നാണ് വിവരം. വടക്കൻ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം അപകട സൂചന മുൻനിർത്തി ശക്തമായ സൈറൺ മുഴങ്ങിയിരുന്നു. എന്നാൽ ലെബനൻ അയച്ച ഒരു മിസൈലിന്റെ മുന്നറിയിപ്പ് സൈറനായിരുന്നു അതെന്നും തങ്ങളുടെ പ്രതിരോധ സംവിധാനം മിസൈലിനെ തകർത്തുവെന്നും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അവസാന വാക്കായ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ലയെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണത്തിൽ വധിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ സഹസ്ഥാപകനായ നസ്രല്ല 32 വർഷമായി സംഘടനയുടെ തലവനായിരുന്നു. ഇസ്രയേലിനെ ഭയന്ന് നസ്രല്ല ഒളിവിൽ കഴിഞ്ഞിരുന്ന ബെയ്റൂട്ടിലെ ഭൂഗർഭ കേന്ദ്രം ബോംബാക്രമണത്തിൽ ചിന്നിച്ചിതറി. നസ്രല്ലയുടെ മകൻ സൈനബും ഉന്നത കമാൻഡർ അലി ഖരാഖി അടക്കം 5 ഹിസ്ബുള്ള ഉന്നതരും കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യയിലെ ശക്തനായ ഷിയ നേതാവായിരുന്നു നസ്രല്ല. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ശക്തികേന്ദ്രമായ ദാഹിയയിൽ കെട്ടിട സമുച്ചയങ്ങൾക്കടിയിൽ ഭൂഗർഭ ആസ്ഥാനത്ത് നസ്രല്ല ഒളിച്ചിരുന്നു. ന്യൂ ഓർഡർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിൽ ബങ്കറുകൾ തകർക്കുന്ന മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രയേൽ പ്രയോഗിച്ചത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നസ്രല്ലയുടെ ബന്ധുവും ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ തലവനുമായ ഹാഷിം സഫീദിൻ ഗ്രൂപ്പിന്റെ പുതിയ മേധാവിയാകും. എന്നാൽ 60-കാരനായ ഇയാളും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുമുണ്ട്. അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രല്ലയുടെ മൃതദേഹവും കണ്ടെത്തി. ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ട് നഗരത്തിന്റെ ദക്ഷിണ പ്രാന്തങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ലബനാൻ സുരക്ഷാ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് വാർത്ത പുറത്തുവിട്ടത്. ഹസൻ നസ്രല്ലയുടെ ഭൗതികദേഹത്തിൽ ഒരു പോറലോ പരിക്കോ ഒന്നുമില്ലെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ഛിന്നഭിന്നമായതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇത് തള്ളുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ശക്തമായ ആഘാതത്തിലായിരിക്കാം മരണം സംഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടില്ല. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 27 രാത്രി ബെയ്റൂട്ടിൽ വൻ നാശം വിതച്ച ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിലാണ് ഹസൻ നസ്രല്ല കൊല്ലപ്പെടുന്നത്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനം ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രയേൽ ആക്രമണം. ആസ്ഥാനം പൂർണ്ണമായി തകർന്നതായാണ് വിവരം. ആക്രമണത്തിൽ വലിയ ബഹുനില കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം. സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹസൻ നസ്രല്ലയുടെ മരണം ഹിസ്ബുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. നസ്രല്ല രക്തസാക്ഷിയായിരിക്കുന്നുവെന്നായിരുന്നു പ്രഖ്യാപനം. ഹിസ്ബുള്ള കമാൻഡറായ അലി ഖരാഖിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ബെയ്റൂട്ടിലെ ദാഹിയ ജില്ലയിലാണ് ഹിസ്ബുള്ള ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്നത്. 6 നിലയുള്ള കെട്ടിട സമുച്ചയം നിലനിന്നിരുന്ന സ്ഥലത്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇസ്രയേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ അബ്ബാസ് നിൽപൊറൂഷാനും ലബനാനിലെ ഖുദ്സ് സേനാ കമാൻഡർക്കുമൊപ്പം ഒരേ വാഹനത്തിലാണ് ഹസൻ നസ്രല്ല ആസ്ഥാനത്തെത്തിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അബ്ബാസും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവർക്കൊപ്പം 20 ഹിസ്ബുള്ള അംഗങ്ങളും കൊല്ലപ്പെട്ടതായാണ് IDF അവകാശപ്പെടുന്നത്. ഇസ്രയേൽ രഹസ്യാന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള ആസ്ഥാനം ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയത് എന്നാണ് നേരത്തെ IDF വെളിപ്പെടുത്തിയത്. ആസ്ഥാനം കേന്ദ്രമായി ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡ് സംഘം ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് നേതൃത്വം നൽകുകയായിരുന്നുവെന്നും ഈ വിവരം അറിഞ്ഞാണ് മിസൈൽ വിക്ഷേപിച്ചത് എന്നുമായിരുന്നു IDFന്റെ വാദം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.